ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിൻസ്മാൻ. ഇറ്റ്സ് മീ ഷാംല. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് റോക്ക് റൈഡർ ST20 എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു മോഡൽ സൈക്കിളിൻ്റെ ചെറിയൊരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ എത്തിയിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞ സമയം കണ്ടെല്ലാം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അതിക്കുമായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. അപ്പോൾ ഇതാണ് നമ്മുടെ സൈക്കിള് റോക്ക് റൈഡർ ST20 എന്ന് പറഞ്ഞിട്ടുള്ളൊരു അടിപൊളി സൈക്കിളാണ് ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളത്. ഇതിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ റോക്ക് റൈഡർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മോഡൽ നെയിമും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ വൈറ്റ് കളർ സൈക്കിളാണ്. നമുക്ക് ഇതിൻ്റെ ബ്ലാക്ക് കളർ സൈക്കിളും അവൈലബിൾ ആണ്. ടോപ്പ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ ST20 LF എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ നെയിമും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നല്ലൊരു അടിപൊളി സൈക്കിളാണ്. നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. എൻ്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടുള്ളൊരു അടിപൊളി ഹാൻഡിലാണ് കൊടുത്തേക്കുന്നത്. നമുക്കിപ്പോൾ റൈഡ് പോകുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്മൂത്തായിട്ട് പിടിക്കാനും അതുപോലെ തന്നെ കൺട്രോൾ ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും. ഹാൻഡിലിനെ കുറിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല കംഫർട്ടായിട്ടൊരു ഹാൻഡിലാണ്. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് നമുക്ക് ഹെൽമെറ്റിലാണ്ട് സൈക്കിൾ ഓടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വാർണിംഗ് സ്റ്റിക്കർ അവർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഇനി ഇതിൻ്റെ ബെല്ല് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് ബെല്ല് നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച് വെക്കേണ്ടതാണ്. ഏകദേശം ഒരു 200 രൂപയാണ് ഈ ഒരു ബെല്ലിൻ്റെ പ്രൈസ് വന്നേക്കുന്നത്. 200 രൂപയ്ക്കുള്ള ബെല്ലും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ളൊരു ബെല്ലാണ്. ഇനി നമ്മൾ ഈ ഒരു സൈക്കിളിൻ്റെ ബ്രേക്കിംഗ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു അടിപൊളി ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഈ ഒരു സൈക്കിളിന് കൊടുത്തേക്കുന്നത്. നമ്മുടെ സാധാരണ സൈക്കിളിനൊക്കെ ഉള്ള പോലെ തന്നെയുള്ള ഒരു ബ്രേക്കിംഗ് സിസ്റ്റമാണ്. നമുക്ക് അധികം ബലം കൊടുത്തൊന്നും ഈ ഒരു സൈക്കിളിൻ്റെ ബ്രേക്ക് കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ഈ ഒരു ബ്രേക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഈ ഒരു ബ്രേക്കിൻ്റെ അറ്റത്തായിട്ട് ഒരു ക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു കേബിൾ നശിച്ച് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്യാപ്പ് അവർ കൊടുത്തേക്കുന്നത്. ഇതേ സെയിം സിസ്റ്റം തന്നെയാണ് ഇതിൻ്റെ ബാക്ക് ബ്രേക്കും കൊടുത്തേക്കുന്നത്. നമുക്ക് ഡിസ്ക് ബ്രേക്കൊന്നും ഇതിനകത്ത് അവൈലബിൾ അല്ല. ഇതുപോലെ സാധാരണ ബ്രേക്കാണ് നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വന്നേക്കുന്നത്. എന്തായാലും നല്ലൊരു അടിപൊളി ബ്രേക്കിംഗ് സിസ്റ്റമാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈക്കിളിൻ്റെ സീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അടിയിലായിട്ട് അവരൊരു റിഫ്ലക്ടർ കൊടുത്തിട്ടുണ്ട്. സീറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് നെഗറ്റീവ് ഒന്നുമില്ല. അത്യാവശ്യം അടിപൊളി സീറ്റാണ്. നമുക്ക് സീറ്റ് ഇതുപോലെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് ഒരു ലോക്ക് ഇതുപോലെ ഫ്രണ്ടിലേക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് സീറ്റ് ഇതുപോലെ കൺട്രോൾ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ചെയ്തോണ്ട് തന്നെ ജസ്റ്റ് ലോക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സീറ്റ് ഇതുപോലെ സെറ്റായിട്ട് ഇരിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ സീറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇതേ സെയിം സിസ്റ്റം തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് ടയറിനും അവർ കൊടുത്തേക്കുന്നത്. നമുക്ക് ഫ്രണ്ട് ടയർ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ലോക്ക് നമ്മൾ നേരത്തെ ചെയ്തുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടയർ ഊരി മാറ്റാനും അല്ലെങ്കിൽ നമുക്ക് ടയർ ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാനൊക്കെ ആയിട്ട് സാധിക്കും. എന്തായാലും ഒരു അടിപൊളി സിസ്റ്റമാണ് കൊടുത്തേക്കുന്നത്. പിന്നെ നമ്മുടെ ഈ ഒരു സൈക്കിളിന് ബോട്ടിൽ ഹോൾഡർ ഫിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ബോട്ടിൽ ഹോൾഡർ അവരുടെ നിന്ന് സെപ്പറേറ്റ് വാങ്ങിച്ചതാണ്. ഏകദേശം ഒരു 300 രൂപയായി ഈ ഒരു ബോട്ടിൽ ഹോൾഡർ വാങ്ങാൻ വേണ്ടിയിട്ട്. ബോട്ടിൽ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിനും സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ബോട്ടിൽ ഹോൾഡർ മാത്രമേ ഞങ്ങൾ വാങ്ങിച്ചുള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ ഒപ്പം മഡ് ഗാർഡ് കിട്ടുന്നുണ്ട്. മഡ് ഗാർഡ് ഫ്രീ അല്ല, നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് വേണം ഇത് വാങ്ങാനായിട്ട്. ഏകദേശം ഒരു 600 രൂപയാണെന്ന് തോന്നുന്നു ഈ ഒരു മഡ് ഗാർഡിൻ്റെ പ്രൈസ് കൊടുത്തേക്കുന്നത്. എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു അടിപൊളി തിന്നായിട്ടുള്ളൊരു മഡ് ഗാർഡാണ് നമുക്ക് ഇതിനൊപ്പം കിട്ടണത്. ഇത് വന്നേക്കണത് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ മഡ് ഗാർഡാണ് നമുക്ക് കിട്ടണത്. ഇതിൻ്റെ ടോപ്പ് സൈഡിലായിട്ട് നമുക്ക് നമ്മുടെ ലൈറ്റ് റിഫ്ലക്ടറൊക്കെ വെക്കാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് റിഫ്ലക്ടറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് വേണം വെക്കാനായിട്ട്. അതൊന്നും നമുക്ക് ഇതിൻ്റെ ഒപ്പം കിട്ടില്ല. എന്തായാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മഡ് ഗാർഡ് ആണ്. ഈ ഒരു മഡ് ഗാർഡ് നമ്മുടെ സൈക്കിളിൻ്റെ ഫ്രെയിമുമേക്ക് ഡയറക്റ്റ് ഒരു കണക്ഷൻ പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ സൈക്കിളിൽ റിമ്മും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള റിമ്മും കാര്യങ്ങളൊക്കെയാണ് വന്നത്. അതുപോലെ തന്നെ പെഡലിംഗ് സിസ്റ്റം നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു അടിപൊളി പെഡലിംഗ് സിസ്റ്റമാണ്. വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ സൈക്കിൾ സ്റ്റാൻഡ് ഇട്ടിട്ട് നമ്മുടെ ഈ ഒരു പെഡൽ കറക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അത് കറങ്ങില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെഡൽ നമ്മുടെ ഒരു സ്റ്റാൻഡുമ്പോൾ വന്നിട്ട് ഇതുപോലെ ലോക്കായിട്ടിരിക്കും. അപ്പോൾ ഒരിക്കലും നമുക്ക് സ്റ്റാൻഡ് ഇട്ടിട്ട് നമ്മുടെ ഒരു പെഡൽ നമുക്ക് ചുമ്മാ ഇങ്ങനെ കറക്കി കളിക്കാനായിട്ടൊന്നും സാധിക്കില്ല. അതിന് കാരണം വേറൊന്നുമല്ല, നമ്മുടെ ഈ ഒരു സ്റ്റാൻഡ് വന്നേക്കുന്നത് സെൻട്രലായിട്ടാണ്. അതുകൊണ്ടാണ് നമ്മുടെ ആ ഒരു പെഡൽ ചുമ്മാ നമുക്ക് ഇതുപോലെ കറക്കി കളിക്കാൻ പറ്റാത്തത്. ആ ഒരു പെഡൽ വന്നിട്ട് നമ്മുടെ നേരെ ആ ഒരു സ്റ്റാൻഡുമ്മ സ്റ്റക്കായിട്ടിരിക്കുകയാണ് ചെയ്യുക. ഈ ഒരു സ്റ്റാൻഡിനാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുക്കേണ്ടി വരും. നമുക്കൊരു സാധനം ഇവർ ഫ്രീ ആയിട്ട് തന്നില്ല, എല്ലാം അവർ പൈസയ്ക്കാണ് തന്നത്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് സൈക്കിൾ ഓടിച്ചു നോക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞാൻ സൈക്കിൾ ഓടിക്കണത് ഒറ്റ കൈ പിടിച്ചിട്ടാണ്. ഒരു കയ്യിൽ ഞാൻ ഫോൺ പിടിച്ചേക്കാണ്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുന്നത്. ഞാൻ സൈക്കിൾ ഓടിച്ചു നോക്കിയപ്പോൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് നെഗറ്റീവൊന്നും തോന്നില്ല. നമ്മുടെ സാധാരണ റോഡിലൊക്കെ നമുക്ക് സ്മൂത്തായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഓഫ് റോഡ് ആണെന്നുണ്ടെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഷോക്കപ്പും കാര്യങ്ങളും
കാര്യങ്ങളും ഇല്ലാത്തതിൻ്റെ ഒരു ചെറിയൊരു കുറവുണ്ട് നമ്മുടെ ഓഫ് റോഡൊക്കെ പോകുമ്പോൾ. പക്ഷേ എന്നാലും നമുക്ക് സ്മൂത്തായിട്ട് തന്നെ ഓടിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഒരു സൈക്കിളിൻ്റെ വേറൊരു പ്രത്യേകതയാണ് ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഒരു കൈ വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഇത് പൊക്കി എടുത്തുകൊണ്ട് പോകാനും അതുപോലെ തന്നെ പൊക്കിയെടുത്ത് കറക്കി കളിക്കാനൊക്കെ ആയിട്ട് നമുക്ക് സാധിക്കും. അത്യാവശ്യം നല്ല ബലമുള്ള ഒരാളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈക്കിൾ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ കൈ വെച്ചിട്ട് എടുത്തുകൊണ്ട് പോകാനൊക്കെ ആയിട്ട് സാധിക്കും. പിന്നെ നമുക്ക് ഈ ഒരു സൈക്കിളിനൊപ്പം നമ്മുടെ ലോക്ക് കിട്ടുന്നുണ്ട്. ഈ ലോക്ക് നമുക്ക് ഇതിൻ്റെ ഒപ്പം ഫ്രീ ആയിട്ട് തന്നതല്ല, നേരത്തെ പറഞ്ഞോണം തന്നെ ഇതും നമ്മൾ സെപ്പറേറ്റ് പൈസ കൊടുത്ത് വാങ്ങുന്നതാണ്. ഇതിന് ഏകദേശം ഒരു 300-200 രൂപയോളം വരുന്നുണ്ട്. കറക്റ്റ് എത്ര എനിക്ക് ഓർമ്മയില്ല. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ലൊരു ലോക്കാണ് ഇതിൻ്റെ ഒപ്പം കിട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയാണ് ഈ ഒരു സൈക്കിളിനെ കുറിച്ച് പറയാനുള്ളൂ. എന്തായാലും ഒരു അടിപൊളി സൈക്കിളാണ്. പിന്നെ ഈ ഒരു സൈക്കിൾ ഞാൻ വാങ്ങിച്ചത് ഡെക്കാത്തലോണിൽ നിന്നാണ്. കളമശ്ശേരി ഡെക്കാത്തലോണിൽ നിന്നാണ് ഈ ഒരു സൈക്കിൾ ഞാൻ പർച്ചേസ് ചെയ്തത്. ഇതാണ് അവരുടെ ഒരു സൈറ്റും കാര്യങ്ങളൊക്കെ. സൈറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെയും കാണാൻ സാധിക്കുക. ഈ ഒരു സൈറ്റിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്ക് ഇതിനകത്ത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇതുപോലെ സൈക്കിളിൻ്റെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊക്കെ ഇതുപോലെ സ്വൈപ്പ് ചെയ്ത് വിടാം. താഴേക്ക് പോകുന്നതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏകദേശം 7000 രൂപയാണ് ഈ ഒരു സൈക്കിളിൻ്റെ പ്രൈസ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അടിഭാഗത്തായിട്ട് നമുക്ക് സൈക്കിളിൻ്റെ കളർ ചൂസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഞാൻ പർച്ചേസ് ചെയ്ത് വൈറ്റ് കളറാണ്. ഇതിൻ്റെ നമുക്ക് ബ്ലാക്ക് കളറും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിഭാഗത്ത് പോകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഫ്രെയിം സൈസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. നമുക്ക് ഈ ഒരു സൈക്കിൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് സൈസും കാര്യങ്ങളൊക്കെ നോക്കാൻ പറ്റും. ബ്ലാക്കിലാണെന്നുണ്ടെങ്കിൽ ഒരു സൈസും മാത്രമേ സ്റ്റോക്ക് ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്കാണ്. വൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 3 സൈസും ഇപ്പോൾ സ്റ്റോക്കിലുണ്ട്. നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് പിൻ കോഡൊക്കെ അടിക്കാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും അടിയിൽ പോയി കഴിഞ്ഞാൽ സൈക്കിളിന് കുറച്ച് മോഡലും കാര്യങ്ങളൊക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും താഴേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞോണം തന്നെ ഓരോ പാർട്സിൻ്റെയും കറക്റ്റ് പൈസയും സ്പെക്കും കാര്യങ്ങളൊക്കെ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സ്റ്റാൻഡായാലും ബെല്ലായാലും അതുപോലെ തന്നെ ലോക്കും കാര്യങ്ങളൊക്കെ ആയാലും എല്ലാത്തിൻ്റെയും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പ്രൈസും കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സൈക്കിൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫ്രെയിമേ പാടം മാത്രമേ കിട്ടുള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വാങ്ങിച്ച് വെക്കണം. നമ്മുടെ മഡ് ഗാർഡ് ആയാലും ലോക്കായാലും അതുപോലെ തന്നെ നമ്മുടെ ബോട്ടിൽ ഹോൾഡർ ആയാലും ബെല്ലായാലും സ്റ്റാൻഡ് ആയാലും എല്ലാം നമ്മൾ സെപ്പറേറ്റഡ് ആയിട്ട് തന്നെ വാങ്ങിച്ച് വെക്കേണ്ടി വരും. അപ്പോൾ അതാണ് എനിക്കിനകത്ത് കുറച്ച് നെഗറ്റീവായിട്ട് തോന്നിയത്. എനിക്ക് ഈ ഒരു സൈക്കിൾ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ സൈറ്റ് വിസിറ്റ് ചെയ്താൽ മതി. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് ഡെക്കാത്തോളൻ നിയർ മീ എന്ന് അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഡെക്കാത്തോളൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ അവരായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൈക്കിൾ പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ ഒരു സൈക്കിൾ ഞങ്ങൾ പർച്ചേസ് ചെയ്തപ്പോൾ ഏകദേശം 9000-ന് അടുത്തായി ഈ ഒരു സൈക്കിളിൻ്റെ മൊത്തം പാർട്സും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത് ഞങ്ങളുടെ കൈ കിട്ടിയപ്പോൾ 9000 രൂപയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഈ ഒരു സൈക്കിളിൻ്റെ ചിലവ് എന്ന് പറയുന്നത്. ഫ്രെയിമിന് മാത്രം ഏകദേശം ഒരു 6000-7000 രൂപ വന്നുള്ളൂ. ബാക്കി പാർട്സുകളെല്ലാം കൂട്ടിയിട്ടാണ് 9000 വന്നത്. ഈ സൈക്കിൾ എൻ്റെ സൈക്കിളല്ല, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സൈക്കിളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ആ ഒരു ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ലിങ്ക് ക്ലിക്ക് ചെയ്തിട്ട് അവൻ്റെ ഒരു വീഡിയോൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ എന്തായാലും ആ ഒരു വീഡിയോക്ക് റിപ്ലൈ തന്നതായിരിക്കും. സോ ഇത്രയൊക്കെ തന്നെ ഒരു വീഡിയോയിൽ പറയാനുള്ളൂ. വീഡിയോയുടെ അവസാനിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ അടുത്ത പ്രാവശ്യം കാണാം. അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ. സൈക്കിളിൻ്റെ വീഡിയോ എടുക്കാൻ വന്നതാണ് ഗുയിസ്. പെട്ട അവസ്ഥയിലായി. പാമ്പ് അവിടെ തന്നെ നിൽക്കുകയാണ്. എടാ സൈക്കിളവിടെ നിന്ന് പോകണ്ടേ? സാധനം പോയി കഴിഞ്ഞാലേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. കല്ലെടുത്ത് തരാനാ പിന്നെ 2 അവിടെ എന്നിട്ട് വേണം അത് ഇങ്ങോട്ട് വരാനായിട്ട്.